നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള രണ്ട് കമ്പനികളിൽ രണ്ട് വലിയ ഹയറിങ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് TCSലാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. TCS എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ തന്നെ വാല്യുവേഷനിൽ ഒരു പ്രമുഖമായിട്ടുള്ള IT കമ്പനിയാണ്. അപ്പോൾ ഇവർ ഫ്രഷർ ഒരു റിക്രൂട്ട്മെന്റ്, ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ടാറ്റ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡ്, IHCL എന്നുള്ളത്. നമ്മുടെ താജ് ഹോട്ടലുകളൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇവർ നമ്മുടെ കൊച്ചി എയർപോർട്ടിന് സമീപം വരുന്ന ഒരു വലിയ ഹോട്ടലിലേക്ക് 10ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഒട്ടനവധി പേരെ ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റിക്രൂട്ട്മെന്റുകൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റു ചില ഫ്രഷർ ഓപ്പണിങ്സ് മറ്റു ചില കമ്പനികളിൽ ലഭ്യമായിരിക്കുന്നതും സൂചിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ടാറ്റ ഗ്രൂപ്പിലെ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു 3-4 മറ്റ് ഫ്രഷർ റിക്രൂട്ട്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഏഷ്യൻ പെയിന്റ്സ് ലിമിറ്റഡ് അവിടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് അപ്രന്റീസിനെ ഹയർ ചെയ്യുന്നുണ്ട്. സ്റ്റൈഫൻഡ് എത്രയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നില്ല. BE-BTech അത് മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞവർക്ക്, അല്ലെ BSc, MSc, BCom, MCom, MBA കഴിഞ്ഞവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അവർക്ക് വൺ ഇയറിലേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഏഷ്യൻ പെയിന്റ്സ് എന്ന് സെർച്ച് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്ത അവസരം ഭാരത് ഫിനാൻസ് ഇൻക്ലൂഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു സബ്സിഡറി, 100% സബ്സിഡറി കമ്പനിയാണ്. ഇവിടേക്ക് ഫീൽഡ് അസിസ്റ്റന്റ്മാർക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള ചില ജില്ലകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് കഴിയും. SSLC, +2, ഡിപ്ലോമ, ITI ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഓർക്കുക, 14,250 ആയിരിക്കും ഇതിന്റെ സാലറി ഇവരെ സൂചിപ്പിക്കുന്നത്. EF, PSI ലഭ്യമാകും. ഏതാണ്ട് 40,000 രൂപ വരെ ഇൻസെന്റീവും പ്രതിമാസം ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ 18 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പെട്രോൾ അലവൻസ്, ഫാമിലി ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, SSLC സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അടുത്ത അവസരം അഡ്വൻസ എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയിലേക്കാണ്. ഇവര് ഏതാണ്ട് 50ഓളം ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രോസസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കായിരിക്കും ഹയർ ചെയ്യുക. ഒരു വോയിസ് പ്രോസസ് ആയിരിക്കും. അതായത് ഇവരുടെ ക്ലയൻസിന് വോയിസിലൂടെ, അതായത് ടെലിഫോൺ കോളിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. നൈറ്റ് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ US ടൈമിങ്ങിലൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ ഏതാണ്ട് 4 മണി വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് തയ്യാറായുള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. അപ്പം 17,000 ആയിരിക്കും ബേസിക് ശമ്പളം, പ്ലസ് 5,000 രൂപ മന്ത്ലി ബോണസ് ലഭ്യമാകും. അപ്പോൾ 22 രൂപ പ്രതിമാസ ശമ്പളം ലഭ്യമാകും. ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതിയാകും. സാറ്റർഡേ, സൺഡേ ആയിരിക്കും മിക്കവാറും ഓഫ് ലഭ്യമാവുക. നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഞാൻ സൂചിപ്പിച്ചു. ക്യാബ് സൗകര്യം, അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ പിക്കപ്പും ഡ്രോപ്പ് ചെയ്യാനായിട്ട് ക്യാബ് ഒക്കെ സൗകര്യങ്ങൾ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്കിൽ 50ലധികം ഒഴിവുകളിലേക്കാണ് ഈ പ്രോസസ് അസോസിയേറ്റ് തസ്തികയിലേക്ക് അഡ്വൻസ എന്ന കമ്പനി റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നു. നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിചയപ്പെടുത്താം. ഗ്രാംബ്രോ എന്ന് പറഞ്ഞൊരു കമ്പനി. ഗ്രാംബ്രോ എന്ന് പറഞ്ഞാൽ ഒരു ഹയറിംഗ്, ഒരു HR റിക്രൂട്ട്മെന്റ് കമ്പനിയാണ്. നമ്മുടെ ഈസാഫ് ബാങ്കിന്റെ ഒക്കെ ഗ്രൂപ്പിലുള്ള അവർക്ക് വേണ്ടിയിട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഗ്രാംബ്രോ എന്നുള്ളത്. അപ്പോൾ അവരെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് ഒരു വോക്ക്-ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയുള്ള, ഇംഗ്ലീഷും മലയാളവും ഒക്കെ സംസാരിക്കാൻ കഴിയുള്ള ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഹിന്ദിയോ തമിഴോ ഒക്കെ അറിയാവുന്നത്
നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 1 തീയതി ഒക്ടോബർ ആണ് ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ. 9:30 മണിക്കും 3:30 മണിക്കും ഇടയ്ക്കായിട്ട് പാലക്കാട് ജില്ലയിലെ ആസാപ് കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്. ആസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, അത് ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള ഡോക്യുമെന്റ്സുമായിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കാൻ. അപ്പോൾ മിനിമം 10ാം ക്ലാസ് എങ്കിലും, മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള, ഇംഗ്ലീഷും മലയാളത്തിൽ സംസാരിക്കാൻ അറിയാവുന്നവർക്ക് വോക്ക് ഇൻ ചെയ്യാവുന്ന ഒരു അവസരം. ഒക്ടോബർ 1 തീയതി പാലക്കാട്. കമ്പനി നെയിം ഗ്രാംപ്രോ എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു അവസരം കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അമല എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. MH മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെ MBA, അല്ലെ MSc, MCom, അല്ലെ BCom, BSc, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. റെഗുലറായിട്ട് പഠനം കഴിഞ്ഞവർക്കാണ് അവസരം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 2 തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഇതിന്റെ അപേക്ഷിക്കുവാനായിട്ടുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ടാറ്റ ഗ്രൂപ്പിലുള്ള IHCL എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കുക. IHCL എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടൽ കമ്പനി ലിമിറ്റഡ്. ഇത് നമ്മളുടെ ഈ സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ ചെയിനുകളാണ്. ഈ ഗ്രൂപ്പിന്റെ കീഴിലാണ് താജ് ഹോട്ടലുകൾ, സെലക്ഷൻസ്, ഗേറ്റ്വേ, വിവാന്ത, ജിഞ്ചർ, ഇങ്ങനെയുള്ള ബ്രാൻഡ് ഹോട്ടലുകളെല്ലാം വരുന്നത് ഈ IHCLന്റെ കീഴിലാണ്. പ്രത്യേകിച്ച് ടാറ്റ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന, അല്ലെങ്കിൽ മുമ്പ് താജ് ഹോട്ടൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോട്ടലുകൾ ആണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇവര് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്ത് ഒരു വലിയ ഹോട്ടൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഹോട്ടലിലേക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 10ഓളം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒട്ടനവധി തസ്തികയിൽ അവസരങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഓഫീസ്, അതേപോലെ ഫുഡ് ആൻഡ് ബിവറേജസ്, അവിടെ തുടങ്ങിയിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെ സ്പാ ആൻഡ് ഫിറ്റ്നസ്, സെക്യൂരിറ്റി, ഇങ്ങനെ ഒട്ടനവധി, അതായത് 10 വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഒട്ടനവധി തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഏതാണെന്ന് പരിശോധിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണ്, ആ മേഖലയിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, ആ മേഖലയിൽ പഠനം കഴിഞ്ഞവരാണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് TCS ലഭ്യമായിരിക്കുന്ന ഒരു ഫ്രഷർ ഹയറിംഗ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. റിക്രൂട്ട്മെന്റ് പ്രത്യേകത, നിങ്ങൾക്ക് PG TCSന്റെ സ്പോൺസർഷിപ്പിൽ PG പഠിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് 2 റിക്രൂട്ട്മെന്റ് ആണ്. TCS BSc ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട് ഹയറിംഗ് പ്രോഗ്രാം. അപ്പം BSc ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, സ്മാർട്ട് ഹയറിംഗ് പ്രോഗ്രാം ഉണ്ട്. ഈ 2 ഹയറിംഗ് ആണ് ഇവിടെ നടക്കുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒക്ടോബർ 10 തീയതി വ്യാഴാഴ്ച വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 15 ഓൺവേർഡ്സ് ആണ് ഇതിന്റെ ടെസ്റ്റ് നടക്കുക. ഓർക്കുക, ഒക്ടോബർ 10 തീയതി വരെ അപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോഴും കഴിവതും ഈ എലിജിബിൾ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കേൾക്കുന്ന മുറയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിന്റെ ടെസ്റ്റ് നടക്കുക TCSന്റെ സെന്റേഴ്സിലായിരിക്കും. മിക്കവാറും എല്ലാ ജില്ലയിലും കേരളത്തിൽ TCSന്റെ സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സെന്റേഴ്സിൽ സ്ലോട്ടുകൾ പെട്ടെന്ന് ഫില്ലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നീടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ പോലും നിങ്ങൾക്ക് സ്ലോട്ടുകൾ കിട്ടത്തില്ല. പലപ്പോഴും ഞങ്ങളുടെ കോളേജിലെ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിന് വെളിയിലൊക്കെ പോയി ഈ ടെസ്റ്റ് എഴുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കേൾക്കുന്ന മുറയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ഒക്ടോബർ 10 തീയതി വരെ അപ്ലൈ ചെയ്യാം. ഒക്ടോബർ 15 ഓൺവേർഡ്സ് ആയിരിക്കും ടെസ്റ്റ് നടത്തുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു കീ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഗ്രാം ഒന്ന് സൂചിപ്പിക്കാം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതൊരു ഡിഗ്രിക്കാരെ ഹയർ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം പെർസ്യൂ സ്പെഷ്യലി ടൈലേർഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രീസ് വിത്ത് ലീഡിംഗ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് TCSന്റെ സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നതിനൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 50% ഓഫ് യുവർ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സ് ക്രെഡിറ്റ്സ് എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കോമ്പൻസേഷൻ പാക്കേജ്
അടുത്ത 1-2 കൊല്ലങ്ങൾ കൊണ്ട് തന്നെ 2.5 ഇരട്ടി വരെ ആകുവാനായിട്ടുള്ള അവസരങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ TCS സ്മാർട്ട് എന്ന് പറഞ്ഞൊരു ഹയറിംഗ് ഉണ്ട്. മറ്റൊന്ന് TCS BSc ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹയറിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാതൊക്കെ സൂചിപ്പിക്കാൻ മുമ്പായിട്ട് ഞാൻ ആദ്യം എലിജിബിലിറ്റി ഒന്ന് സൂചിപ്പിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ്, ഫുൾ ടൈം ആയിട്ട് BCA അല്ലെങ്കിൽ BScയിൽ തന്നെ IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി, ഇത്രയും BSc കഴിഞ്ഞവർ, അല്ലെ BVOC കമ്പ്യൂട്ടർ സയൻസോ ITയോ കഴിഞ്ഞവർ, അത് 2024 കഴിഞ്ഞവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ എലിജിബിലിറ്റി ഒരിക്കൽ കൂടി സൂചിക്കാം. BCA ആകാം, അല്ലെ BSc, CS, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി, അതല്ലെങ്കിൽ BVOC കമ്പ്യൂട്ടർ സയൻസ്, IT, ഇതൊക്കെ 2024 കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 50% മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ എബോവ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA 10th ഓൺവേർഡ്സ് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്ക്ലോഗ്സിനെ കുറിച്ച് പറയുന്നത് നോട്ട് ഹാവ് എനി ബാക്ക്ലോഗ്സ് അറ്റ് ദ ടൈം ഓഫ് അപ്പിയറിംഗ് TCS സെലക്ഷൻ, അതായത് ബാക്ക്ലോഗ്സ് കാണല് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം കോഴ്സ് കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. പ്രായം 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലായിരിക്കണം. വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്. ഇനി ആ ടെസ്റ്റ് പാറ്റേൺ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുക? 120 മിനിറ്റിൻ്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും. 4 സെഷൻ ഉണ്ടായിരിക്കും. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, കോഡിങ് ഓപ്ഷണലാണ്. കോഡിങ് കൂടി എടുത്താൽ അങ്ങനെയുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ സാധാരണ IT കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് പോലെ ന്യൂമറിക്കൽ, വെർബൽ, റീസണിങ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പോൾ എലിജിബിലിറ്റി സൂചിപ്പിച്ചു, ടെസ്റ്റ് പാറ്റേൺ സൂചിപ്പിച്ചു. ഇനി എങ്ങനെയായിരിക്കും മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഹയറിംഗ് കാറ്റഗറി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഇഗ്നൈറ്റ് ഉണ്ട്, സ്മാർട്ട് ഉണ്ട്. 2 കാറ്റഗറിയിലേക്കാണ്. അതിൻ്റെ FAQ സംശയങ്ങളുള്ള പക്ഷേ ഇവിടെ വന്ന് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് TCSൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോകണം. അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക്, നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൻ്റെ ഒക്കെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആധാർ പ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. OTP ഒക്കെ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID, അങ്ങനത്തെ കാര്യം, മൊബൈൽ നമ്പർ ഒക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ TCS BSc ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട് ഹയറിങ്ങിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കാറ്റഗറി IT എന്നുള്ള കാറ്റഗറിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ പോകുമ്പോൾ അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കണ്ടാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലിങ്കൊക്കെ നൽകിയിട്ടുണ്ട്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക. IT എന്ന ഓപ്ഷൻ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. വെരിഫിക്കേഷൻ ഓഫ് യുവർ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. OTP കിട്ടും. OTP ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്ത് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. അപ്പം ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ലഭ്യമായിരിക്കുന്ന ഒരവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 6-7 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ മുന്നോട്ടേക്ക് ഓർക്കുക. ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. അതേപോലെ അപേക്ഷിക്കുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിന്, ഇൻ്റർവ്യൂവിനൊന്നും കമ്പനികൾ വിളിക്കാറില്ല എന്നുള്ള കാര്യം കൂടി അറിയുക. അതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൂടെയൊക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.